എത്രയും പെട്ടെന്ന് അവളെ കെട്ടിക്കണം. അവക്കങ്ങ് പ്രേമവാനേ പ്രേമം. ഇങ്ങനെയും പ്രേമം മൂത്ത് നടക്കുന്ന ഒരു പെണ്ണുണ്ടോ? ഒരു ചെറുക്കനൊന്ന് അടുത്തുകൂടി ലേശിയാ മതി, പിന്നെ അവക്ക് അവനോട് പ്രേമമാ. യോ എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ കിടന്ന് ഗൾഫിൽ കിടന്നാ മതിയല്ലോ. നാട്ടുകാരോട് മൊത്തം ഞാനാ മറുപടി പറയുന്നത്. നാളെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ആ ഗോപാലന്റെ വീട്ടിൽ ചെന്ന് കയറി അവരുടെ പെണ്ണും പുള്ള കണ്ട് അവളെ പിടിച്ച് കെട്ടി, നാട്ടുകാര് വളഞ്ഞ്, നാട്ടുകാരെല്ലാം ഫണ്ട് ഇട്ട് അവളെ കെട്ടിച്ചു വിടുമെന്നൊക്കെയാ പറയുന്നത്. എന്തെല്ലാം പേരുദോഷങ്ങളാണ് ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഈ പെണ്ണിനൊരു 17 വയസ്സായപ്പോഴത്തേന്. ദൈവം, ഇത് ആരുടെ സ്വഭാവമാന്നാ? നിങ്ങളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും. നീ ചുമ്മാ ഞങ്ങളുടെ അമ്മയൊന്നും പറയല്ലേ. എന്ത് പറഞ്ഞാലും അമ്മ എടുത്തോട്ട് വരുന്നത്. അയ്യോ, നിങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞാ വിശുദ്ധ പരിശുദ്ധാത്മാവല്ലയോ? എന്നാ പിന്നെ നിങ്ങളുടെ സ്വഭാവമായിരിക്കും. ഓ, നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ ഇങ്ങനൊന്നും പോയിട്ടില്ല. പിന്നെ അമ്മയുടെ വകയിൽ ഏതോ ഒരു മാമന് 2 ഭാര്യമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് രണ്ടെല്ലാം ഉള്ളു. ഇത് രണ്ടെങ്ങാണമാണോ? അപ്പുറത്തെ വീട്ടിലെ ആ കിളവനില്ലയോ, ആ കിളവനെ വരെ വളയ്ക്കാൻ നോക്കിയോളോ നിങ്ങളുടെ മോള്. എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലര് പറയും വളർത്തു ദോഷമാണെന്ന്. ഞാൻ എങ്ങനെയാ അവളെ വളർത്തിയത്? ഞാൻ എങ്ങനെയാ വളർന്നത്? ദേ, നമ്മൾ തമ്മിൽ ചുമ്മാ തെറ്റണ്ട. ഞാൻ പറഞ്ഞേക്കാം, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. പെണ്ണിനെ കെട്ടിക്കണം, അതേ ഉള്ളു ഇനി പരിഹാരം. അതേ ഉള്ളു പരിഹാരം. പറ്റും വിറ്റ് പറക്കിയായാലും അവളെ കെട്ടിച്ച് വിട്ടേ പറ്റൂ. അങ്ങ് ദൂരെങ്ങാണോ ഉള്ള ഒരു ചെറുക്കനെ നമുക്ക് നോക്കാം. ഒരു ചെറുക്കൻ്റെ കാര്യം ബ്രോക്കർ സീത പറഞ്ഞായിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം. ചെറുക്കൻ അങ്ങ് ഇടുക്കിയിലുള്ളതാ. അതാകുമ്പോൾ അവർ ഇവിടെ വന്ന് കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ പിടിച്ചങ്ങ് കെട്ടിക്കാം. ഏത്? എന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. അത് മതി. എനിക്ക് വയ്യ. എനിക്ക് ഇപ്പൊ അവളെന്ത് ചെയ്യേ? അവിടെ കണ്ട് പോയി നിപ്പുണ്ട്. ചെന്ന് നോക്കിയിട്ട് വാ. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. ജോലിക്കുവാണോ? ശംഭുവണ്ണൻ എന്താ ശംഭുവണ്ണ ശംഭുന്ന് പേരിട്ടത്? അച്ഛന് ശംഭു ഭയങ്കര ഇഷ്ടോ. ഭാഗ്യം, അച്ഛന് കഞ്ചാവ് ഇഷ്ടമാ. ഞാനല്ലേ പിന്നെ നാട്ടുകാർ ഓത്താണ്ടനെ കഞ്ചാവേന്ന് വിളിച്ചേനല്ലേ. ഞാൻ ചുമ്മാ ഇങ്ങനെ അണ്ണനെ കാണാൻ വേണ്ടി നിന്നത്. നമുക്കേ മൂന്നാർക്കൊരു ട്രിപ്പ് അടിച്ചാലോ? എന്ത് പറയുന്നു? ഡിസംബറൊക്കെ അല്ലേ, പോയാലോ? ഓ, എനിക്ക് സമയമില്ല. എന്തുവാണോ അണ്ണ പോവാണോ? അണ്ണ മൂന്നാർക്ക് ട്രിപ്പ് പോവാണോ? അണ്ണ താല്പര്യമില്ലല്ലോ ഇപ്പൊ. എന്തെടുക്കുവാടി? ഞാൻ ചുമ്മാതെ. നീ വായി നോക്കുവല്ലേടി ഇവിടെ നിന്ന്? ഞാനൊന്നും ആരെയും വായി നോക്കാനൊന്നും വന്ന് നിൽക്കുവല്ല. നിന്റെ ഇളക്കമൊക്കെ എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദാ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. കല്യാണമോ? എനിക്കോ? നീ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ അവിടെ നിക്ക്. നച്ചൻ പോട്ടെ. ഇരിക്കും മക്കളെ, ഇരിക്കേ. യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മേ, കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോവാറുണ്ട്. മോനല്ലേ പയ്യൻ? ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു. കൂടെ ഇതെന്റെ കൂട്ടുകാരാണോ? ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന. പിന്നെ അമ്മയൊന്നും വന്നില്ലയോ? അത് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്തുനിന്ന് വരണ്ടായോ, അതുകൊണ്ട് അവരെ കൂട്ടി. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മള് അങ്ങനെയുള്ള വയസ്സുള്ളവരെ കൊണ്ടുവരണം. ഇത്രയും ദൂരമായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മനസ്സിലായി. എന്നാ പിന്നെ ചായ കൊണ്ടുവരാൻ പറയട്ടെ? മോളെ വിളിക്കട്ടെ? വിളിക്കേ, പെണ്ണിനെ വിളിക്കേ. മോളെ, അതെന്റെ കൂട്ടുകാരൻ. ഇതാണ് എൻ്റെ ഏക സന്താനം, പ്രേമവല്ലി. ഒരു മോളായോണ്ട്
ലാളിച്ചും കൊഞ്ചിച്ചും ഒന്നുമല്ല വളർത്തി. നല്ല അടി കൊടുത്ത് പേരക്കകത്തിട്ട് അടക്കം ഒതുക്കമായിട്ട് വളർത്തിയേക്കുക. അമ്മേ, ഈ ചെറുക്കൻ്റെ കൂട്ടുകാരനെ ഞാൻ കെട്ടണോ? ഓ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ പാപ്പാന്നാണോ തൂങ്ങുന്നേ? നമ്മുടെയൊക്കെ നാട്ടിൽ എന്നല്ലേ തൂങ്ങുന്നേ? ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങളല്ലേ. എന്തൊക്കെയല്ലേ. ചായ കുടിക്ക്, ആ പലഹാരം വിഴുങ്ങ്. എന്നാ പിന്നെ ഇവർ രണ്ടുപേരോട് എന്തെങ്കിലും രഹസ്യമൊക്കെ പറയട്ടെ. രഹസ്യമൊന്നും സംസാരിക്കണ്ട. ഞാൻ എൻ്റെ മോളെ പുരുഷ സ്പർശം ഒന്നും ഏക്കാതെ വളർത്തിയേക്കുന്നത്. അവൾ ഇവിടെ ഈ ഏരിയയിലുള്ള ആണുങ്ങളോട് പോലും മിണ്ടത്തില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഏക്ക് അത് പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പൊക്കും. മിണ്ടലും പറച്ചിലും ഒക്കെ അത് കല്യാണം കഴിഞ്ഞു മതി. നമ്മൾ അങ്ങനത്തെ കുടുംബക്കാരല്ല. വേണ്ട 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 മാവാ, അങ്ങനൊന്നും ഇല്ല. എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട്. രമണം പൊന്നോല നോക്കിക്കോളും. എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, യാത്ര കുറെ ഉണ്ടല്ലോ. ശരി ശരി. എന്നാ കൊറേ ചെക്കന്മാരുണ്ട്. അപ്പുറത്തെ വീട്ടിലൊരു ജിമ്മനുണ്ട്, ഇപ്പുറത്തെ വീട്ടിലും ഒരു ജിമ്മനുണ്ട്. ഹലോ, എന്തോ പരിപാടി? ഞാൻ പരിസരമൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ചേട്ടാ. ഇവിടൊക്കെ നല്ല കൃഷി ഉണ്ടല്ലേ. നിനക്ക് കൃഷിയിലൊക്കെ ഭയങ്കര താല്പര്യമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുറേ കൃഷി ചെയ്തിട്ടുണ്ട്, വിളവും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കൃഷിയും വിളവെടുപ്പും ഒക്കെ ഇവിടെ ആവാലോ. അല്ല, ചേട്ടന്റെ ഡ്യൂട്ടി ടൈം എപ്പോഴാ? എനിക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ഡേ ഡ്യൂട്ടി, വ്യാഴം വെള്ളി ശനി നൈറ്റ് ഡ്യൂട്ടി. അങ്ങനെ. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ രവി ശങ്കർ മനു, വ്യാഴം വെള്ളി ശനി അരുൺ തരുൺ വനു. ഞാൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാ പിന്നെ വാ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിന്ന് ബെഡൊക്കെ ഒരുക്കാം. വാ മോളെ. എന്താ ചേട്ടാ? ഞാൻ ജോലിക്ക് പോവാന്നേ. ഓ, അതോ കുറ്റിയിട്ടേക്കണേ? ഓ, ഓക്കെ. ഹലോ, ഞാൻ ഇറങ്ങി. മോളെ ചക്കരേ. എന്തോ? വാവ ഞാൻ പോവാന്നേ. ശരി അതോടച്ചേക്കണേ, കുറ്റിയിട്ടേക്കണേ. ഓക്കെ. ഹലോ, കാറും കൊണ്ടല്ലേ വന്നേക്കുന്നേ? ഞാനിപ്പോ വരാം. ഞാൻ ഇറങ്ങി. നമുക്ക് നാളെ പോവാം. നാളെ ഞാൻ വരാന്ന്. ശരി, ഓക്കെ. നീ എന്തെടുക്കുവോ? ഇല്ല, ഞാൻ ഫോണിനകത്ത് പിന്നെ ഗ്രൂപ്പിനകത്ത് കുറച്ച് മെസ്സേജ് വന്നത് നോക്കിയതാ, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ. ഇപ്പൊ അതിരാത്രി ഇതാണോ നിന്റെ ഗ്രൂപ്പിലെ കളി? വെച്ചിട്ട് കിടന്ന് ഉറങ്ങടി. ഉറങ്ങാം. ഒരു ദിവസത്തിൽ കൂടുതലുള്ള കറക്കൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ പറ്റത്തില്ല. അതെന്തോ? എന്റെ കല്യാണം കഴിഞ്ഞില്ല മനുഷ്യ. ഒരു മിനിറ്റ്. എന്താടി? എന്താ പറ്റി? എന്താന്ന്? എന്റെ ഭർത്താവ് വിളിക്കുന്നു. നീ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ ഹലോ. നീ എവിടാ? ഞാൻ വീട്ടിലുണ്ട് ചേട്ടാ. ആരുടെ വീട്ടില്? നമ്മുടെ വീട്ടിലുണ്ട്. ഉറപ്പാണോ നീ വീട്ടിലുണ്ടെന്ന്? ഉറപ്പാ. ഓക്കെ. എന്താ? എന്തോ പണി പാളിയ പോലെ. ശരി, ഞാൻ പിന്നെ വരാം. പോവല്ലേ? ഒന്നും മിണ്ടാതെ പോയിക്കേ, ഞാൻ പോട്ടെ. എടി ഇരിയടി. ഇതൊന്നൊന്നും അല്ലല്ലോടി. എടി, നീ ഇത്രയ്ക്ക് വൃത്തിയായിട്ടോളാണെന്ന് ഞാൻ ഇന്നലെ രാത്രി നിന്റെ സംസാരം കേട്ടപ്പോൾ വിചാരിച്ചില്ല. ഒരാളെ ഉള്ളെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടാ, ഇതൊന്നും ചെയ്യുന്ന ഞാനല്ല, എൻ്റെ രോഗമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എന്തോ രോഗമാണ്? പ്രാന്തോ? പോകാതെ കാര്യം പറയടി കഴിഞ്ഞേട്ടാ കരി. ചേട്ടാ, ഞാനാണെങ്കിൽ 7ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരു ചെറുക്കനെ പ്രേമിച്ചായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിൽ കൂലിപ്പണി കഴിഞ്ഞ് വീർത്ത് കൊണ്ടുവരുന്ന കാശ് ആ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ച് വരെ ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാശ് കൊടുത്തിട്ട് ഷാമ്പൂ മേടിക്കാനും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇവ 10ാം ക്ലാസ് ആയപ്പോൾ വേറൊരു പെണ്ണായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോയി. കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പ്രേമിക്കാൻ പേടിയായിരുന്നു. ഞാൻ പിന്നെ കുറേ കാലത്തേക്ക് ഒരു പ്രേമത്തിനും ഒരു ചുറ്റിക്കളിക്കും പോയില്ല, ഏകദേശം 1 മാസത്തോളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
+1 കയറുമ്പോൾ ഒരു ചെറുക്കൻ എന്നെ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ചേട്ടനെ ഇഷ്ടപ്പെട്ടു. അന്നേരം എനിക്ക് പിന്നെ ആ ചേട്ടനെ ഞാൻ അധികം സ്നേഹിക്കരുതെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കര പ്രേമമായി. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേട്ടനെ അധികം പ്രേമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ചേട്ടനെ പ്രേമിക്കാമെന്ന്. കാര്യം ഈ ചേട്ടൻ പോകണേ ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ പോകണേ ഈ ചേട്ടനുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ ചേട്ടൻ പ്രേമിച്ചു. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു മാസം കഴിയുമ്പോൾ ഈ ചേട്ടനോടും പ്രേമം കൂടി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേട്ടൻ പോവുകയാണെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ആവാതിരിക്കാൻ വേണ്ടി വേറൊരു ചേട്ടനെ പ്രേമിക്കാമെന്ന്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ വേറൊരു ചേട്ടനെ പ്രേമിച്ച്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ചെറുക്കൻ എടുത്ത് ഭയങ്കര പ്രേമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ചെറുക്കൻ പോകാതിരിക്കാൻ വേണ്ടി വേറൊരു ചെറുക്കനെ പ്രേമിക്കാമെന്ന്. അങ്ങനെ ഞാൻ അടുത്ത മാസം വേറൊരു ചെറുക്കനെ പ്രേമിച്ച്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ അടുത്ത് എനിക്ക് ആത്മാർത്ഥതയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചെറുക്കൻ പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ വേറൊരു ചേട്ടനെ പ്രേമിച്ച്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഓരോ ചേട്ടന്മാരെ പ്രേമിച്ചത് എനിക്ക് ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാ. ഇനി ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് 10 ദിവസം കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ എനിക്കൊരു ചേട്ടൻ വേണ്ടേ കൂടെ. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ വേറെ ചേട്ടൻ പ്രേമിച്ച. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആത്മാർത്ഥത കൂടി. അപ്പം ഞാൻ വേറെ ചേട്ടൻ പ്രേമിച്ചതാ. അല്ലാതെ ഞാൻ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. അല്ലാതെ ചേട്ടൻ വിചാരിക്കുന്നതാണെങ്കിൽ ഞാനൊരു മോശക്കാരിയല്ല. ചേട്ടൻ ഇട്ടിട്ട് ഇല്ല, ഞാൻ നിന്നെ വിട്ടൊന്നും പോകത്തില്ല. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി നീ ഇങ്ങനെ ചെയ്യുവോ? ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. സത്യം. ഈ ഫോണിലെ കോണ്ടാക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ചെയ്തോ. എനിക്കിനി ഫോൺ വേണ്ട. എനിക്ക് ഈ വീടും ഈ നാടും ചേട്ടൻ